Hello everyone, this is Mohammed Alfan. Welcome to Skill to Succeed. ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫോർമാറ്റ് പെയിൻറ്ററുമായി ബന്ധപ്പെട്ട ചെറിയൊരു ട്രിക്കാണ്. സോ ഇത് കാണുന്ന അധികം ആൾക്കാർക്ക് അറിയാം എന്താ ഫോർമാറ്റ് പെയിൻറ്റർ, അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത്, റൈറ്റ്? സോ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോം ടാബിൻ്റെ അണ്ടറിൽ തന്നെ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കാണാൻ പറ്റും ഒരു പെയിൻറ്റിംഗ് ഐക്കൺ, റൈറ്റ്? സോ ഇതാണ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ. ഓക്കെ, സോ ഒരു ചെറിയ സെറ്റ് ഓഫ് ഡാറ്റാബേസ് വെച്ചിട്ട് ഈ ട്രിക്ക് എങ്ങനെയാണുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രം ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഇത് അപ്ലൈ ചെയ്തത്, റൈറ്റ്? സോ ഈ സെയിം ഫോർമാറ്റ് തന്നെ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എല്ലാ സാറ്റർഡേ സൺഡേയിലും എനിക്ക് അപ്ലൈ ചെയ്യണം. അത്തരം കേസിൽ യൂഷ്വലി നമ്മൾ എന്താ ഫോളോ ചെയ്യുക? ആ പർട്ടിക്കുലർ ഫോർമാറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ഈ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം നെക്സ്റ്റ് സെറ്റ് ഓഫ് റിപ്പീറ്റ് ചെയ്യുന്ന സാറ്റർഡേ സൺഡേ റോ നമ്പർ 9 and 10 ആണ്, റൈറ്റ്? സോ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൽ നമ്പർ ഏതാണ്? അതായത് റോ നമ്പർ 9 ആദ്യത്തെ സെൽ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സി കംപ്ലീറ്റ് സെയിം ഫോർമാറ്റ് എന്ന് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് വന്നു, റൈറ്റ്? എഗെയിൻ ഇവിടെ റോ നമ്പർ 16 and 17 സെയിം സാറ്റർഡേ സൺഡേ റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണാം. അതിന് വീണ്ടും നമ്മൾ എന്താ ചെയ്യുക? കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഇത് അപ്ലൈ ചെയ്യുന്നു, റൈറ്റ്? ഇൻ കേസ് ഇതൊരു ഹ്യൂജ് ഡാറ്റാബേസ് ആണെങ്കിലോ നമ്മളെന്താ ചെയ്യുക? മാനുവലി ആ ബ്രഷ് ഐക്കൺ വീണ്ടും സെലക്ട് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ സാറ്റർഡേ സൺഡേ റോ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, റൈറ്റ്? സോ അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. സോ അതിനൊരു ടിപ്സ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോർമാറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ റോ നമ്പർ 9 സ്റ്റാർട്ട് ചെയ്യുന്ന സാറ്റർഡേ സൺഡേ അവിടെ പ്രസ് ചെയ്യുന്നു. സി ഇത് അപ്ലൈ ചെയ്ത് വന്നു. ഇനി വീണ്ടും അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ബ്രഷ് അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഇതാ വീണ്ടും അപ്ലൈ ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് വന്നു, വീണ്ടും അപ്ലൈ ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് വന്നു. ക്ലിയർ? ഇനി അഥവാ നിങ്ങൾ ടാസ്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. സി ഫിനിഷ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ കാണാം ചെറിയൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ നീറ്റായിട്ട് ഫോർമാറ്റ് ചെയ്ത് വെച്ചാൽ, റൈറ്റ്? അതിൻ്റെ താഴെ തന്നെ കാണാം വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ചത്, പക്ഷേ ഇവിടെ ഹെഡിങ് ഒന്നും ഫോർമാറ്റ് ചെയ്തില്ല. റൈറ്റ് സൈഡും കാണാൻ പറ്റും, റൈറ്റ്? എനിക്ക് ഇതായത് കാണുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരേ ടൈമിൽ തന്നെ ഈ ഫോർമാറ്റ് പെയിൻറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ഈ സിമിലർ ഫോർമാറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ആക്കണം. ഇറ്റ്സ് വെരി ഈസി. കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. സി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു, വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുന്നു, അതും റിഫ്ലക്റ്റ് ചെയ്ത് വന്നു. ക്ലിയർ? എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.